നമസ്കാരം. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച വാർത്തകളാണ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത്. എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്? ഇസ്രായേലിനറിയാം ഇറാനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായ ഒരു നീക്കമായിരിക്കും. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. ഇസ്രായേൽ ഇതുവരെ ഇറാൻ്റെ ചില പാരാമിലിറ്ററി ഫോഴ്സുകളുമായിട്ട് ഹിസ്ബുള്ള, ഹൂതി ഇവരോടൊക്കെ ഇസ്രായേൽ ഏറ്റുമുട്ടിയപ്പോഴൊക്കെ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. ഹമാസിനോട് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് പോലെയല്ല ഹിസ്ബുള്ളയോടോ ഹൂതികളോടോ യുദ്ധം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. ഹിസ്ബുള്ളയുമായിട്ടുള്ള അവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി അമേരിക്കയുടെ സഹായം തേടിയത് നമുക്കറിയാം. അങ്ങനെയാണ് ഹിസ്ബുള്ള വെടിനിർത്തലിന് തയ്യാറായത്. യമനിൽ നിന്നും ഹൂതികൾ നിരന്തരം ഇസ്രായേലിനെ ലക്ഷ്യമാക്കി മിസൈലുകൾ അയക്കുന്നുണ്ട്. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇറാനാണ് എന്ന് പരക്കെ പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇറാനെ നേരിട്ട് ഇസ്രായേൽ ആക്രമിച്ചെങ്കിൽ ആ ആക്രമണം ആർക്കു വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ്? ഈ അടുത്ത സമയത്തൊന്നും തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിനെതിരെ പ്രകോപനപരമായ യാതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. എന്നിട്ടും ഇറാനെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യത്തിൻ്റെ ഒരു പ്രബല ശത്രു രാജ്യമാണ്, അതായത് അമേരിക്കയുടെ. ഇസ്രായേൽ എന്ന് പറയുന്നത് ആ കരുത്തുറ്റ രാജ്യത്തിൻ്റെ പിന്തുണ കൊണ്ട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ രാജ്യത്തിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇസ്രായേലും ആ ശക്തിയേറിയ രാജ്യത്തിൻ്റെ ശത്രുവായിട്ട് നിൽക്കുന്ന ഇറാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് അമേരിക്കയുടെ ശക്തമായ ഉപരോധം നേരിട്ടാണ് ഇറാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാന് ഏതെങ്കിലും സാധനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ, അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്നും ഏതെങ്കിലും സാധനങ്ങൾ നേരിട്ട് വിൽക്കാനോ വാങ്ങാനോ പറ്റാത്ത അവസ്ഥയാണ്. അവരുണ്ടാക്കുന്ന സ്വന്തം എണ്ണ പോലും അവർക്ക് വിൽക്കണമെങ്കിൽ പല ഉപാധികൾ തേടേണ്ട സാഹചര്യമാണ്. അങ്ങനെയുള്ള ഇറാനും എന്ത് സഹായവും എപ്പോൾ വേണമെങ്കിലും വാരിക്കോരി കൊടുക്കുന്ന അമേരിക്കയുടെ പൊന്നോമനയായ ഇസ്രായേലും തമ്മിൽ അജഗജാന്തരമുള്ള വ്യത്യാസമുണ്ട്. ഒരാൾ ജീവിതത്തോട് പടവെട്ടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേയാൾ സുഖലോലുപതയിൽ സുഖമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാനെ ഇപ്പോൾ ആക്രമിച്ചതിൻ്റെ പിന്നിലെ കാരണം എന്തായിരിക്കും എന്നതാണ് നമ്മൾ അറിയേണ്ടത്. അതിന് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ രണ്ട് സാധ്യതകളാണ് കാണുന്നത്, അല്ലെങ്കിൽ രണ്ട് കാരണങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന നെതന്യാഹു യഥാർത്ഥത്തിൽ അയാൾ ഒരു കളിപ്പാവ് മാത്രമാണ്. നമ്മൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ചെയ്യുന്നതൊക്കെ ആ രാജ്യം ചെയ്യുന്നതാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമല്ല ഗാസയിൽ കയറി അക്രമം കാണിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമല്ല ഇപ്പോൾ ഇറാനെ ആക്രമിച്ചത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമല്ല മിഡിൽ ഈസ്റ്റിൽ അരിഷ്ടതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. മറിച്ച് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഇസ്രായേൽ ജനതയും അവിടുത്തെ പ്രതിപക്ഷവും എല്ലാം ഇതിനെതിരായിട്ട് നിൽക്കുന്നവരാണ്. എന്നാൽ നെതന്യാഹുവിനെ പോലെയുള്ള ഭരണാധികാരികളെ നിലനിർത്തുന്ന, തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്നുകൊണ്ട് ചരട് വലിക്കുന്ന ചില വമ്പന്മാരെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവരുടെ താല്പര്യാർത്ഥമാണ് നെതന്യാഹു ഗാസയിലേക്ക് കയറിയതും ഇപ്പോൾ അവരുടെ തന്നെ താല്പര്യാർത്ഥമായിരിക്കണം ഇറാന് നേരെ ഒരു ആക്രമണം നടത്താൻ നെതന്യാഹു നിർബന്ധിതനായത്. ഈ ആക്രമണം അങ്ങനെ നടത്തണം എന്ന് നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടവർ എന്തിനു വേണ്ടിയായിരിക്കും അതാവശ്യപ്പെട്ടത്? നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഇറാനുമായിട്ട് ഒരു ന്യൂക്ലിയർ ഡീലിൻ്റെ ചർച്ച നടക്കുകയാണ്. ട്രംപിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇറാൻ്റെ ന്യൂക്ലിയർ ഡീൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കുന്നത് ഒരു വിഷയമല്ല. അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ട് എന്നാണ് രഹസ്യമായിട്ട് പല വാർത്തകളിൽ നമ്മൾ കാണുന്നത്. കാരണം ഏറെ വർഷങ്ങളായിട്ട് യുറാനിയം സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇറാൻ. അവരെന്നെ അണുബോംബ് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് ചില വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്കിലും അവർ തങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ
ട്രംപിനെ സംബന്ധിച്ച് അവർ നാളെ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുമോ എന്നതൊരു വിഷയമല്ല, മറിച്ച് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ചില ആൾക്കാർക്ക് ഇറാൻ ഒരു ഭീകര രാജ്യമാണെന്നും ഇറാന്റെ പക്കൽ ന്യൂക്ലിയർ ബോംബ് വന്നു കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിന് മൊത്തം ഭീഷണിയാകുമെന്നും ഒക്കെ വരുത്തി തീർത്ത് മിഡിൽ ഈസ്റ്റിൽ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ ആയുധക്കച്ചവടം കുഴിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള പലരുമുണ്ട്. ഇറാൻ അമേരിക്കയുടെ പക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രംപും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഏതെങ്കിലും കാരണവശാൽ ഫലവത്തായി ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഡീലിലെത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇറാൻ്റെ ഉപരോധം നീങ്ങും, ഇറാന് ഇഷ്ടമുള്ളതുപോലെ സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും സാധിക്കും, ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതി റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിച്ചു വരും. ഇത്രയേറെ ദുഷ്കരമായ സാഹചര്യത്തിൽ പോലും നമ്മുടെ രാജ്യത്തേക്കാൾ മികച്ച സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം നമ്മളെക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യത്തിന് അമേരിക്കയുടെ ശ്വാസം മുട്ടിക്കുന്ന ഉപരോധം കൂടി ഇല്ലാതായാൽ അവരുടെ വളർച്ച എത്ര ത്വരിതഗതിയിലായിരിക്കുമെന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. അങ്ങനെ ഇറാൻ വളരുകയും അമേരിക്കയ്ക്ക് അവരോട് ശത്രുതയില്ലാതെ വരികയും ചെയ്യുമ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ സഖ്യരാജ്യങ്ങൾ മുഴുവൻ ഇറാനുമായിട്ട് സഖ്യത്തിലാവും. ഇപ്പോൾ അവരെ മുഴുവൻ ഇറാനുമായിട്ട് എതിർത്ത് നിർത്തിക്കൊണ്ടാണ് അവിടെയെല്ലാം ആയുധക്കച്ചവടം നടക്കുന്നത്. ഇറാൻ നിങ്ങളുടെ ശത്രുവാണ്, നാളെ ഇറാൻ നിങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അവരെ ചെറുക്കാൻ നിങ്ങൾ ആയുധങ്ങൾ സ്വരൂപിച്ചു വെക്കണം, യുദ്ധവിമാനങ്ങൾ വാങ്ങിക്കൂട്ടണം. അങ്ങനെ മിഡിൽ ഈസ്റ്റിലുള്ള സമ്പന്ന രാജ്യങ്ങളായിട്ടുള്ള ഖത്തർ, UAE, ഒമാൻ, സൗദി അറേബ്യ മുതലായ രാജ്യങ്ങൾക്കെല്ലാം വൻതോതിൽ ആയുധക്കച്ചവടം നടത്തുന്നവർ അത് നടത്തുന്നത് ഇറാനെ കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ ട്രംപ് മുൻകൈയെടുത്ത് ഇറാനുമായിട്ടൊരു ചർച്ച നടത്തി അവരൊരു ഡീലിലെത്തിക്കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ നിരന്തര ഭീഷണിയെന്ന് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ ഒരു പോസിറ്റീവ് ഫാക്ടറായിട്ട് മാറുകയും മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന ഭീഷണി ഇല്ലാതാകുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ ഈ ആയുധ മാഫിയകൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ട്രംപും, അതായത് അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്ത ചർച്ച നടക്കാനിരിക്കുകയാണ്, 6ാം വട്ട ചർച്ച നടക്കാനിരിക്കുകയാണ്. അതിനു മുമ്പാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത്. ഈ ആക്രമണത്തിന് തൊട്ടുമുമ്പ് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കറിയാം, നെതന്യാഹുവിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം വന്നു. ഈ അവിശ്വാസ പ്രമേയം നെതന്യാഹുവിനെതിരെ കൊണ്ടുവന്നത് ആര് തന്നെയായാലും അതിൻ്റെ പിന്നിൽ ഒരു സമ്മർദ്ദം കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അനുമാനിക്കുന്നു. നെതന്യാഹുവിനോട് ഏറെ നാളുകളായിട്ട് അയാളെ കൊണ്ട് ഈ കുരങ്ങ് കളിപ്പിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ടാകണം, നീ ഇറാനെ ആക്രമിക്കുക. പക്ഷേ നെതന്യാഹുവിന് ഇറാനെ ആക്രമിക്കാൻ ധൈര്യമില്ല. ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി ശക്തമാകും എന്നറിയാം. ജനങ്ങൾ തന്നെ നേരിട്ടിറങ്ങി ഒരു പക്ഷേ നെതന്യാഹുവിനെ അധികാര സ്ഥാനത്ത് നിന്ന് എടുത്ത് ദൂരക്കളയും. അവർ നിയമമൊന്നും നോക്കാൻ നിൽക്കില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അങ്ങനെ പോയില്ലെങ്കിൽ തൻ്റെ പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ കേസിൻ്റെ ബഹളമായിരിക്കുമെന്നും ഒരു പക്ഷേ ജയിലിൽ തന്നെ പോകേണ്ടി വരുമെന്നും ഒക്കെ നെതന്യാഹുവിനറിയാം. അതുകൊണ്ട് എങ്ങനെയും അധികാരത്തിൽ തുടരണമെങ്കിൽ അങ്ങേരെ നിയന്ത്രിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടിക്കൊണ്ടേയിരിക്കണം. അവരുടെ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ, അവരൊപ്പം നിന്നില്ലെങ്കിൽ ഇതുപോലെ അവിശ്വാസ പ്രമേയം വന്ന് സ്ഥാനം നഷ്ടപ്പെടും. ഞങ്ങൾ പറയുന്ന കാര്യം നീ അനുസരിച്ചാൽ ഈ അവിശ്വാസ പ്രമേയം നിനക്ക് അനുകൂലമായിട്ട് മാറും എന്ന് അവർ നെതന്യാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നീ ഈ അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കുമ്പോൾ അതിനടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ അതിന് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഇറാനെ നീ ആക്രമിച്ചിരിക്കണം. എന്തിനാക്രമിക്കണം? കാരണം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കും. ആ തിരിച്ചടി എത്ര കണ്ട് ഭീകരമായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ആ തിരിച്ചടി വന്നു കഴിഞ്ഞാൽ ഇറാൻ ഇതാ ഒരു ഭീകര രാജ്യമാണ്, മിഡിൽ ഈസ്റ്റിൽ അവർ അസമാധാനം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ന്യൂക്ലിയർ ഡീൽ ഇല്ലാതാക്കാൻ അവർക്ക് സാധിക്കും. ഇപ്പോൾ ട്രംപ് ഈ ഡീല് നടപ്പിലാക്കണമെന്നും ഇറാൻ്റെ ഉപരോധം നീക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അതിന് അമേരിക്കയിലെ സെനറ്റിൻ്റെ ഒക്കെ അംഗീകാരം ആവശ്യമാണ്. അവരംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇറാൻ അവരാവശ്യപ്പെടുന്നത് പോലെയുള്ള ഒരു ഡീലിന് തയ്യാറായി എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. എന്നാൽ അമേരിക്കയുടെ യാതൊരു കൽപ്പനകളും അനുസരിക്കാത്ത
പോയി പണി നോക്ക് എന്ന് പറയാൻ ആർജവമുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ള ഒരു ഡീലിന് അവർ ഒരു കാലത്തും തയ്യാറാവില്ല. എന്നാൽ ട്രംപ് ഒരു ഡീൽ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഒരു ഡീലിലേക്ക് ഇറാനിനെ ട്രംപ് കൊണ്ടുവന്നാൽ അത് മിഡിൽ ഈസ്റ്റിൽ ആയുധക്കച്ചവടം നടത്തുന്ന ആയുധ മാഫിയകൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കാനും അവിടെ യുദ്ധം നടത്താനും വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ അവർ നിയോഗിച്ചത്. ഈ യുദ്ധം മൂലം മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളൊന്നും അവർക്കൊരു വിഷയമില്ല. അവരെ സംബന്ധിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യരോ അവിടുത്തെ രാജ്യങ്ങളോ യാതൊന്നും തന്നെ വിഷയമല്ല. അവർക്കവരുടെ കച്ചവടമാണ് വലുത്. മിഡിൽ ഈസ്റ്റിൽ ശത്രുത ഉണ്ടാകണം. ഇറാൻ എക്കാലവും ഒരു ശത്രു രാജ്യമായിട്ട് നിലനിൽക്കണം. അവരെ തീവ്രവാദികളെന്ന് തന്നെ മുദ്രകുത്തി അവർ നിങ്ങൾക്ക് ഭീഷണിയാണെന്ന് മറ്റു രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി കച്ചവടം നടത്തണം. അപ്പോൾ അതിനുവേണ്ടി ആ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ, ആ സാഹചര്യം മാറിയേക്കുമെന്നുള്ള ഭയം മൂലം അവരൊരു ആക്രമണം നെതന്യാഹു എന്ന് പറയുന്ന അവരുടെ കൈകളിലെ കുട്ടിക്കുരങ്ങനെ കൊണ്ട് നടത്തിച്ചിരിക്കുകയാണ്. ഇറാൻ ഇതിന് തിരിച്ചടി കൊടുക്കുന്നു. ഇറാൻ ഈ കാര്യങ്ങളെല്ലാം അറിയാം, എന്തിനു വേണ്ടിയാണ് ഇയാൾ ചെയ്തതെന്നൊക്കെ ഇറാനും അറിയാം. അതുകൊണ്ട് തന്നെ ഇറാൻ ഇതിന് തിരിച്ചടി കൊടുക്കുന്നത് ഏത് രൂപത്തിലായിരിക്കും, അവരിതിനെ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. കാരണം ഇറാനെ സംബന്ധിച്ചും അവർക്ക് ഒരു യുദ്ധം നടത്തി രാജ്യം നശിപ്പിക്കാനോ അല്ലെങ്കിൽ അരിഷ്ടതാവസ്ഥ ഉണ്ടാക്കാനോ ആഗ്രഹമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, ഇറാൻ ഒരിടത്തും അങ്ങോട്ട് കയറി യുദ്ധം ചെയ്യാൻ പോയിട്ടില്ല. അവരെ അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായിട്ട് അവർ തിരിച്ചടി കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറാൻ്റെ മുമ്പിൽ ഒരു പോസിബിലിറ്റി വന്നു കിടക്കുകയാണ്, അമേരിക്കയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കാൻ പറ്റും എന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സാമ്പത്തിക വളർച്ചയും അതുപോലെ തന്നെ ഇറാൻ ദീർഘകാലമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉപരോധങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരവസരം അവരുടെ മുമ്പിൽ വന്നു നിൽക്കെ അവർ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒന്നുകിൽ അവർ ഇനിയിപ്പോൾ അമേരിക്കയുമായിട്ട് യാതൊരു ബന്ധവും വേണ്ട, ഒരു ഡീലും വേണ്ട, ഇസ്രായേലിനെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ കാര്യം കട്ടപ്പോവുകയാണ്. ഇസ്രായേലിൻ്റെ കാര്യം കട്ടപ്പുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലി ജനങ്ങളാണ് അത് അനുഭവിക്കാൻ പോകുന്നത്. കാരണം ഒരു യുദ്ധമുണ്ടാകുമ്പോൾ എപ്പോഴും ദുരിതത്തിലാകുന്നത് ഏത് രാജ്യത്തെ ആയാലും ആ രാജ്യത്തെ ജനങ്ങളാണ്. അപ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളെ വലിയൊരു അപകടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇസ്രായേലിലെ എല്ലാ ഫ്ലൈറ്റ് സർവീസുകളും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നേതാക്കന്മാരെല്ലാം ബങ്കറുകളിലേക്ക് മാറിയിരിക്കുകയാണ്. ഏത് സമയത്തും ഏത് തരത്തിലുള്ള ആക്രമണം തങ്ങൾക്ക് നേരെ ഉണ്ടാകാം എന്നുള്ള ഭയപ്പാടിലാണ് അവർ. ഇങ്ങനെ ഒരു ഭയപ്പാടിലേക്ക് അവിടുത്തെ ജനങ്ങളെ നെതന്യാഹു തള്ളിവിട്ടത് അയാൾക്ക് വേണ്ടിയല്ല, ഒരുപക്ഷെ അയാൾക്ക് വേണ്ടി തന്നെയാകാം, അയാളുടെ നിലനിൽപ്പിന് വേണ്ടിയാകാം, ഒപ്പം അയാളെ നിയന്ത്രിക്കുന്നവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ്. എന്തായാലും ഇനി അങ്ങോട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ പോക്ക് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും. താങ്ക് യു.